ഇന്ന് പ്രിയോറിറ്റീസിനെ കുറിച്ച് പറയാം. ആർക്കും ആരുടെയും ഫസ്റ്റ് പ്രിയോറിറ്റി ആയി ഒത്തിരി കാലം ഇരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്ഷിപ്പിലേക്കോ കടക്കുമ്പോൾ അവരുടെ ഫസ്റ്റ് പ്രിയോറിറ്റി കുറച്ചധികം കാലം നമ്മളായിരിക്കും. അതിനുശേഷം നമ്മളെ നന്നായി മനസ്സിലാക്കി കഴിയുമ്പം, ക്ലോസ് ആയി കഴിയുമ്പം, നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകില്ല എന്ന് ഉറപ്പായതിന് ശേഷം ആ ഒരു പ്രിയോറിറ്റി ചേഞ്ച് ആവും. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു പ്രിയോറിറ്റി ചേഞ്ചാണ്. അതായത് എങ്ങനെയൊക്കെ പോയാലും നമ്മളവിടെ ഉണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർ ചില എക്സ്ക്യൂസസ് എടുക്കും. പക്ഷേ എവിടെ നിർത്തിയിട്ട് പോയോ അവിടെ നിന്ന് നമുക്ക് ആ റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ആ പുതുമ ഒട്ടും നഷ്ടപ്പെടില്ല. വേറൊരു കൈൻഡ് ഓഫ് പ്രിയോറിറ്റി ഉണ്ട്. നമ്മളെ കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ കുറച്ച് ഇടപഴകിയതിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് അഡ്വാൻറ്റേജസ് എടുത്തതിന് ശേഷം ചിലർ അവരുടെ പ്രിയോറിറ്റീസ് ചേഞ്ച് ചെയ്യും. അപ്പം അത് താല്പര്യമില്ലാത്ത പ്രിയോറിറ്റി ചേഞ്ചാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രിയോറിറ്റി ചേഞ്ചസ് ഉണ്ട്. ഒരെണ്ണം വളരെ അടുപ്പമുള്ളവരുടെയും, രണ്ട് നമ്മളെ വേണ്ടാത്തവരുടെയും. അതനുസരിച്ച് വേണം നമ്മൾ റിലേഷൻഷിപ്പിൽ സ്റ്റേ ബാക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ.